തലശ്ശേരി പൊന്നം ഏരക്കണ്ടത്തിൽ നടക്കുന്ന പൊന്നത്തങ്കത്തിന് തിരിതെളിഞ്ഞു. കേരള ഫോക്ലോർ അക്കാദമി, കതിരൂർ ഗ്രാമപഞ്ചായത്ത്, പാട്യം ഗോപാലൻ സ്മാരക വായനശാല, പുല്ലോടി എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു പരിപാടി ഉദ്ഘാടനം ചെയ്തു. കളരിപ്പയറ്റ് ഒരു കാലഘട്ടത്തെ സ്മരിക്കുന്ന ആയോധന കലയാണെന്നും പുതിയ തലമുറയിലേക്ക് അതിന്റെ ചരിത്രവും സംസ്കാരവും വളർത്തിയെടുക്കാൻ സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീർ മുഖ്യാതിഥിയായി. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന അംഗമായി പൊന്നത്തങ്കം മാറുമെന്ന് സ്പീക്കർ പറഞ്ഞു. കളരി അക്കാദമി വരുന്നതോടുകൂടി ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായി പൊന്നത്തങ്കം മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ അക്കാദമി സ്ഥാപിക്കപ്പെടുമ്പോൾ കതിരൂർ പഞ്ചായത്ത് ലോകമുഖത്തിൽ വരും. കതിരൂരിനോടൊപ്പം തൊട്ടടുത്ത് കിടക്കുന്ന ചമ്പാട് പല്ലൂർ പഞ്ചായത്ത് പൂർവ്വഭാഗം ഷെയർ ചെയ്യുന്ന പള്ളൂർ ഉൾപ്പെടെ പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള ഭാഗം അതിവേഗത്തിൽ വികസിച്ചു വരും. അതുകൊണ്ട് അക്കാദമിയുടെ ഭൂമി ഏറ്റെടുക്കലുമായി സഹകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയാണ്. അതോടൊപ്പം ഭൂമി ഏറ്റെടുക്കലിൽ സഹകരിക്കാത്തവരുടെ ഭൂമി ഞങ്ങൾ ലാൻഡ് അക്വിസിഷന് വേണ്ടി സർക്കാരിന് കൊടുത്തിരിക്കുകയാണ്. സർക്കാരിലേക്ക് ലാൻഡ് അക്വിസിഷന്റെ പേപ്പർ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലാൻഡ് അക്വിസിഷന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് കൂടി ഈ ഫുൾ ഫ്ലെഡ്ജഡായ കളരി അക്കാദമി സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാവരോടും ഞങ്ങൾക്ക് ബക്കറ്റിൽ പണം നൽകിയവരാരും നിരാശപ്പെടേണ്ട. സംഘാടക സമിതി ചെയർമാൻ PP സനിൽ അങ്കത്തട്ടിൽ കൊടിയുയർത്തി. ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പൊന്നത്തങ്കം ഫെബ്രുവരി 21 മുതൽ 27 വരെ ഏരക്കണ്ടത്തിൽ വെച്ച് നടക്കും. ഫെബ്രുവരി 25-ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുക്കും. തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെട്ട പൊന്നത്തങ്കം ആയോധനകല പൈതൃകോത്സവവും നാടൻ കലകളുടെ സംഗമവുമാണ്. വടക്കൻപാട്ടിലെ ധീരയോദ്ധാക്കളായ കതിരൂർ ഗുരുക്കളും തച്ചോളി ഒതേനനും കുംഭം 10-11 തീയതികളിൽ അംഗം വെട്ടി വീരമൃത്യു വരിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചു വരുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ളവർ അങ്കത്തട്ടിൽ വിസ്മയം തീർക്കും. കേരളത്തിനപ്പുറവും ഇന്ത്യക്കപ്പുറമുള്ള ആയിരക്കണക്കിന് കാഴ്ചക്കാരാണ് ഇതിന് സാക്ഷ്യം വഹിക്കുന്നത്. കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി AV അജയ്കുമാർ പദ്ധതി വിശദീകരിച്ചു. പാനൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TT റംല, ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ PV ലഫ്ലിൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ NP വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് അങ്കത്തട്ടിൽ ഗജനാഗ കളരി, ഗുരുകുലം കളരി, KPCGM കളരി, ചൂരക്കൊടി കളരി എന്നിവർ കളരിപ്പയറ്റ് അവതരിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6-ന് എരഞ്ഞോളി മുസ അനുസ്മരണം നടക്കും. VKM കളരി പൊന്നാനി, ദുബായ് കളരി, ഏകവീര കളരി ആലപ്പുഴ എന്നിവ കളരിപ്പയറ്റ് അവതരിപ്പിക്കും. ഉസ്താദ് ഡോക്ടർ ഹസൻ ബാബയുടെ ഷഹനായി കച്ചേരിയും അരങ്ങേറും. ഞായറാഴ്ച വൈകിട്ട് 6-ന് കതിരൂർ ഗുരുക്കൾ തച്ചോളി ഒതേനൻ അനുസ്മരണം KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്യും. പണിക്കർ കളരി, ചെങ്ങന്നൂർ വല്ലഭട്ട കളരി, തൃശൂർ എന്നിവ കളരിപ്പയറ്റ് അവതരിപ്പിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 6-ന് സാംസ്കാരിക സമ്മേളനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. KGS കളരി, കതിരൂർ, ഗുരുകൃപ കളരി, APM കളരി എന്നിവ കളരിപ്പയറ്റ് അവതരിപ്പിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് 6-ന് സാംസ്കാരിക സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. സ്പീക്കർ N. ഷംസീർ അധ്യക്ഷത വഹിക്കും. യോദ്ധ കളരി, വിശ്വഭാരത് കളരി, പയ്യമ്പള്ളി കളരി, കടത്തനാട് കളരി എന്നിവ കളരിപ്പയറ്റ് അവതരിപ്പിക്കും. ബുധനാഴ്ച സാംസ്കാരിക സമ്മേളനം മുൻ MLA MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച വൈകിട്ട് 6-ന് സമാപന സമ്മേളനം V. ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്യും. കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ അധ്യക്ഷനാകും. ഭാർഗവ കളരി, അഗസ്ത്യ കളരി എന്നിവ കളരിപ്പയറ്റ് അവതരിപ്പിക്കും. പൊന്നത്തങ്കത്തിന്റെ ഭാഗമായി പാരമ്പര്യ കളരി മർമ്മ ചികിത്സാ പ്രദർശനം, വിദേശ രാജ്യങ്ങളിലെ ഭക്ഷണശാല ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്.